ശാപത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലിനെ കാര്യമറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് വേം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവരെ കണ്ട് പേടിച്ച് കുറച്ചുവരെ പോലെയായി. അറിഞ്ഞു പിടിച്ച പെണ്ണേ, അവിടെ വായന തീരാതെ. പിന്നെ ഉയർപ്പല്ലേ കഴിഞ്ഞോളൂ, ഇനി സ്വർഗാരോഹണം കിടക്കുന്നു. തീറ്റ കുശുമ്പത്ത് ദൈവദോഷം പറയാതെ കുരുത്തം കെട്ടവളെ. ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ല, ഒരു ബന്ധുബലത്തിനാ. ആ ഗാന്ധിപ്പിള്ളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലൊരു തടിമാറിന്റെ സഹായം ആവശ്യമാടി. മനസ്സിലായ? നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുകയെന്ന് കരുതിയാ മതി. നല്ല പട്ടികൾ ഇതുപോലത്തെ കൂടിയ ഇനമേ തിന്നും. തനിക്ക് തിന്നാൻ തവിടില്ലാത്തവർ പന്നിയെ വളർത്തരുതെന്ന പ്രമാണം. എടാ, നമ്മള് തവിടാണ് പിണ്ണാക്കാണാ തിന്നണ ആ പന്നി എങ്ങനെ അറിയാനാണ്? ആയിരത്തോളം മതി, എടുത്തോ. നീ ആ മറപ്പരെ പോയി ഇത്തിരി തുള്ളി നീലം എടുത്തോണ്ട് വന്നടാ. അതിനാണ് നീലം, നീ തുണി അലക്കാൻ പോണ? അല്ലെന്നേ, അയാൾക്കുള്ള കോഴിക്കറി ചേർക്കാനാ. നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നുകയല്ല, എളുപ്പം അങ്ങ് മട്ടും. അയ്യോടിയേ, നിങ്ങൾ പേടിക്കാതിന്റെ മനുഷ്യന് രുചി വ്യത്യാസം തോന്നുകയല്ലെന്ന്. എന്റെ കർത്താവെ, നീലം തിന്നവന്റെ വയറിളകി ഈ പാതിരാത്രി നിന്റെ അപ്പം വന്ന് കോരുവാ. ചേർത്താക്ക മതി, വേഗം വിളമ്പ്. ആണ്ടെ പൈലി ബച്ചന്റെ പ്രാർത്ഥന തീരാറായി. പൈലി ബച്ചനല്ലപ്പാ, ഫാന്റം പൈലി. അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളൂ. അല്ലപ്പച്ചാ, ഈ ഫാന്റവും സ്പൈഡർമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് നിനക്കറിയില്ലേ? ഇല്ല. അത് നിനക്ക് ഇതേവരെ അറിയില്ലേ? ഇല്ലെന്നേ. എടാ, സ്പൈഡർമാൻ ജഡ്ഡി അകത്തിടും, ഫാന്റം പുറത്തിടും. അപ്പൊ മുണ്ടെടുക്കല്ലേ? വേഗം എടുത്തു. എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലഭ്യം? ചെറുതെന്ന് നോക്കട്ടെ. എനിക്കിപ്പോ വേണ്ടായേ, പണികൾ എമ്പിടി തീരാൻ കിടക്കുമല്ലയോ. അതിന്റെ അടിയിൽ ശകേലങ്ങ് വെച്ചേര്. എന്റെ പൊന്നു പൈലി വെച്ചാ ചതിക്കരുത്. ഒരെണ്ണം കഴിച്ചത് നേരാണ്. പിന്നെ ഈ മിറ്റം നിറയെ വാള. ഈ മഞ്ഞത്ത് എന്നെ കൊണ്ടത് കോരാൻ മേലേ. ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ തള്ള ആനമർദ്ദായ. ദേ, അതുമേരിക്കണ മുഴുവൻ കഴിച്ചേച്ചി മറിയപ്പെണ്ണ് ഇതിലെ വയറ് പോലെ നടക്കും. അറിയാവാ? എന്താ കാണണോ? വേണ്ടേ, നീ നടക്കുവല്ല, നീ പറക്കൂന്ന് വരെ എനിക്കറിയാം. പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി. ഇതെന്നതാ ഒന്നും കഴിക്കാത്തെ? കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലയോ? മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ. അയ്യോ, ചങ്കി പിടിച്ച വെള്ളം കുടി. അല്ല, മൻ ചങ്കാത്തോ ഗഡോത്തി മെ ഗംഗ എന്ന് വെച്ചാൽ മനസ്സ് നല്ലതാണെങ്കിൽ ഏത് തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണെന്ന് അർത്ഥം. ആരുടെ മനസ്സ് നല്ലതാണെങ്കിൽ? ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവന്റെയും. ഞങ്ങള് നല്ല ഒന്നാന്തരമായിട്ട് മൺചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത്. അതെ, അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം. സത്യാരും പറഞ്ഞ ഹിന്ദിയല്ല, ലിപിയില്ലാത്ത ഏതോ മറുഭാഷയാണ്. മതിയാക്കിയോ? ഇതൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നു മറിയപ്പങ്ങളെ, മതിയേ. എല്ലാം കൂടെ ഒറ്റയടി കഴിച്ചാ പിന്നെ നാളെ എന്നാ ചെയ്യും? അയ്യോ, എന്റെ ഇഷ്ടകാലം. നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും സത്യക്രിസ്ത്യാനികളല്ലേ എന്റെ പൈലി വെച്ച. ഞാനും എന്റെ പെമ്പർനോത്തിയും കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്ത് കിടന്ന് നരയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളി പോയി ബംഗ്ലാവിൽ കിടന്ന് സൂഹിക്കുന്നത് ന്യായമാണോ? അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല്, അളിയിൽ എന്നേലും ഒരു നമ്പർ ഇട്ട് അവരവിടെ നിന്ന് ആശാൻ ആള് ഡൂപ്പാണെങ്കിൽ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവരവിടെ നിന്ന് ഒഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ കിടന്ന് അടിച്ചു പൊളിക്കാന്ന്. ഇനി അഥവാ നമ്പറൊന്നും ഏറ്റില്ലെങ്കിൽ ആശാൻ ആ 2 പെമ്പിള്ളേരും തോണ്ടി ഇച്ചിച്ച് അയക്കോ. അളിയാൻ സ്ട്രോങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഞാനും കൂടെ. താങ്ക് യു. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. शहनाई मेरे दिल के दुआ दीजिए. സാലാ ദേവസ്യ, 2 തുടം കള്ളും 2 കഷം കോഴിയിറച്ചി നിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു. കള്ള സൂവറെ. ആ കപ്പയാരോട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ലേ? പറഞ്ഞേക്കാം. എന്ത് കൂട്ട്? അയാള് ചുമ്മാ തന്നാന്ന് കരുതി കിട്ടിയതൊക്കെ വലിച്ചവര് തിന്നണോ? ആഹാ, അത് ശരി. അപ്പൊ കുടിയുണ്ടല്ലേ? ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ഇല്ലാത്തതേ ഭാഗ്യം. ആരുടെ ഭാഗ്യം? അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യം. അതിന് നിനക്കെന്ത് കാര്യം?
കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാല കണ്ടപടി കട്ടിപ്പൂടിടാ ലൈക്ക് ആ 1 ആ 4 ആ 3 ആ എടി ഹേമേ, എന്നാ പിന്നെ ആ പീതാംബരന്റെ കള്ള് ഷാപ്പൂടെ ചെന്ന് അടിച്ചു വാരി കൊടുക്കടി. ഓസിന് കഴിക്കുന്നവര് കുറവായതുകൊണ്ട് അവിടെ ഇത്രയും വൃത്തികേട് കാണുകയല്ല. നിന്റെ പേരെന്താടി കൊച്ചേ പറഞ്ഞത്? താൻ പോടോ. അവിടെ നിൽക്കാലോ. പൈലിയെ കയറി ഇടപോടോ എന്നൊക്കെ വിളിക്കാനുള്ള പ്രായം അമ്മച്ചിക്ക് ആയെന്നറിയാം. കൊപ്പിയോർട്ട് വേണം കൊടുക്കാൻ. ആൻഡം പൈലിക്ക് തോണ്ടാൻ പറ്റിയ ഒരു ചാലക്ക്. വെറുതെ അല്ലടി വയസ്സ് 10-24 നീ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്ന് പോയത്. ഞാനേ ഇവിടെ ചേട്ടനാ. എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. ഇവിടെയും ജോസൂട്ടിനും കല്യാണം നടത്താൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നത്. ചേട്ടന്റെ മുറി അനിയന്റെ പെമ്പിള അടിച്ചു വാരിന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോണില്ലടി ഇവിടക്കെ. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ ഈരാട്ടുപേട്ടയിലോട്ട് കെട്ടിച്ചു വിട്ട അവളുമാര് പിന്നെ പാലാതിരൂപതയുടെ സ്വത്താ. ഞങ്ങളുടെ മെത്രാച്ചന്റെ കീഴിലുള്ള പെമ്പിളമാർക്ക് ചില കുടുംബ മര്യാദകളൊക്കെ ഉണ്ട്. അവരെ വേണ്ടി വെച്ചുവിളമ്പലും പെറിയിലും പള്ളിപ്പോക്കും മാത്രമല്ല, അവര് ഛർദിലും കോരും, കള്ളൊഴിച്ചു കൊടുക്കും, ബീഡി കത്തിക്കും, പ്രായമായ അപ്പനമ്മയെ നോക്കും. നോമ്പ് വിടലിന് പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ആമ്പ്രന്നോന്റെ കൂടെ ഓതിക്കത്തി 2 അടിച്ചെന്നും വരും. മനസ്സിലായോ? അതുകൊണ്ട് നോക്കിയും കണ്ടു ഒതുങ്ങിയും ബഹുമാനിച്ച് നിന്നോണം. ഇല്ലെങ്കിലേ നീ പെറും, പെറും. കേട്ടല്ലോ? ഇനി എന്റെ മോള് ജോലിച്ചു. ചേച്ചിക്ക് വലിയ വിഷമായി. അത് വെറും പാവാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്റെ കൊച്ചെ. ഇക്കണക്കിന് മനസ്സറിഞ്ഞ് പൈല് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ പോണ പോക്ക് നേരെ മടത്തി പോയി ചേർന്നല്ലോ. നീ പോ. എന്താ കൊറേ നേരമായാലോ താൻ മര്യാദക്ക് ഇരിക്കേട്ടോ. എന്തോ കൊറേ നേരം ഇവര് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കാ. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നാറി. സിനിമ കാണാൻ വന്നാണെ കണ്ടേ ചെണിച്ചു പോടാ. പിന്നെ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാ ഏട്ടാ ഇതിന്റെ അകത്ത് കയറിയത്. ഓ, നീ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാനും മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ തുളയെന്ന് കയറി തരുന്നതേ സിനിമ കാണാനുള്ള ടിക്കറ്റാ, അല്ല അതിനകത്തിരിക്കുന്ന പെമ്പിളരെ കയറി പിടിക്കാനുള്ള ലൈസൻസ് അല്ല. താൻ തന്നെ കാര്യം നോക്കണോ? അതേടാ, ഇത് എന്റെ കാര്യം കൂടിയാ. ഇരിക്കണോ അവിടെ? പോരെ. മനുഷ്യനെ മര്യാദയ്ക്ക് സിനിമ കാണാൻ സമ്മതിക്കലെന്ന് വെച്ചാൽ ഒരു മുഴുത്ത പടം. എന്നാലും പൈല് വെച്ച് നല്ല പണിയാ കാണിച്ചത്. ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്ര പടം ഷക്കീരയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു. അത് നശിപ്പിച്ചില്ലേ?